വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സ്വന്തം അമ്മയുടെ മരുന്നിന് വേണ്ടിയും ചികിത്സയ്ക്ക് വേണ്ടിയും 7ാം ക്ലാസ്സിൽ ലോട്ടറി വിൽക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചത് 7ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കുമ്പോ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ജോലി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു പോയതാ. കൈയൊന്നും കൂപ്പണ്ട, ഞാൻ ദൈവമൊന്നല്ല കൈ കൂപ്പൻ. എന്താ രോഗം, എന്താ അസുഖം? വയറ്റിനകത്ത് മുഴ. 19-ാം തീയതി സർജറിയാ. അപ്പൊ ഒന്നും പേടിക്കണ്ട, നമ്മൾ ഒരു 5 ലക്ഷം രൂപയുണ്ട്, പറ്റാവുന്ന സഹായം. അവിടെ ഒന്നും വേണ്ട, ഫോർമാലിറ്റി ഒന്നും വേണ്ട. നീളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറും ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ. ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ആണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ. ഒന്നും പേടിക്കണ്ട കേട്ടോ, എല്ലാ പ്രശ്നങ്ങളും തീരും. എന്നെ കണ്ടുപിടിക്കും. നല്ല ധൈര്യമായിട്ടല്ലേ ജയിലിൽ പോയി വന്നല്ലേ? പോകുമ്പോഴും ചിരിച്ചോണ്ട് വന്നു, വരുമ്പോഴും ചിരിച്ചോണ്ട് വന്നു. അതെന്താ മനഃപൂർവ്വം കുറ്റം ചെയ്യാത്തോണ്ടാ? അമ്മയ്ക്ക് വയ്യല്ലോ എന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഓപ്പോസിറ്റ് നടത്തും. എബിൻ, അപ്പൊ അമ്മേനെ ചികിത്സിക്കാൻ എത്രയോ പൈസ വേണമെന്ന് പറഞ്ഞു. ഒരു 5 ലക്ഷം രൂപ തരട്ടെ?